2019 റോബർട്ട് എഗേഴ്സിന്റെ ഡയറക്ഷനിൽ വന്ന ദി ലൈറ്റ് ഹൗസ്. ഈ സിനിമയെ ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മുടെ മലയാളത്തിൽ ബ്രഹ്മയുഗം എടുത്തിരിക്കുന്നത്. ദി ലൈറ്റ് ഹൗസിൽ നിന്ന് ബ്രഹ്മയുഗത്തിലേക്കുള്ള കോമൺ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ്, ഇതിനെ രണ്ടിനെയും മോണോക്രോമാറ്റിക് സിനിമാറ്റോഗ്രഫിയിലാണ് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ രണ്ടിൻ്റെയും സ്റ്റോറിയാണ്, രണ്ടും ഒരു ഫോക്ലോർ സ്ലോ ബേണർ സ്റ്റോറി രീതിയിലാണ് പോകുന്നത്. പതുക്കെ ബേണായി അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റോറിയുടെ ഇൻറ്റൻസിറ്റിയിലേക്ക് നമ്മൾ എത്തും. പിന്നെ മെയിൻ കുറച്ച് എലമെൻറ്റ്സ് ആണ് മാഡ്നസ്, ഐസൊലേഷൻ, ഹൊറിഫിക് എലമെൻറ്റ്സ്. ഇതെല്ലാം ദി ലൈറ്റ് ഹൗസിലെ രണ്ട് ലീഡിങ് ക്യാരക്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്പൈഡർമാനിലെ ഗ്രീൻ ഗോബ്ലിനായിട്ട് വന്ന വില്യം ഡാഫോയും പിന്നെ നമ്മുടെ ബാറ്റ്മാൻ റോബർട്ട് പാറ്റിൻസനുമാണ്. ബ്രഹ്മയുഗത്തിനേക്കാൾ ഇച്ചിരി കൂടെ ഡ്രാമാറ്റിക്കും സ്ലോ പേസ്ഡും ആണ് ദി ലൈറ്റ് ഹൗസ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ എന്നുള്ളത് ഇച്ചിരി ഡൗട്ടാണ്, ശകലം സ്ലോ ആയതുകൊണ്ട് തന്നെ. എന്തായാലും ഒരു മസ്റ്റ് വാച്ച് പടമാണ്. എല്ലാവരും ഈ പടത്തിനെ പറ്റിയിട്ട് നോക്കിയതിന് ശേഷം കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും കണ്ടു നോക്കണം.